ഒരു കാര്യം പറയട്ടെ. ഇദ്ദേഹം ശ്രീ അനിൽ ബോസ് ചർച്ചയുടെ ആദ്യ റൗണ്ടിലും സ്മൃതി ഇറാനിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് വ്യംഗ്യാർത്ഥത്തിൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. രണ്ടാമത്തെ റൗണ്ടിലും അദ്ദേഹം അത് സൂചിപ്പിച്ചു. ഞാൻ ആദ്യത്തെ റൗണ്ടിൽ അത് വളരെ സബ്റ്റിലായിട്ട് പോയതുകൊണ്ട് ഞാനത് വിട്ടു. രണ്ടാമത്തെ റൗണ്ടിൽ അദ്ദേഹം കുറച്ചുകൂടിയും അതിന്റെ ഗ്രാവിറ്റി കൂട്ടിയിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, അവിടെ സെർച്ച് ചെയ്താൽ മതി, ഭൂമിശാസ്ത്രം കിട്ടും, ആ ശാസ്ത്രം കിട്ടും എന്നൊക്കെ പറഞ്ഞു. അനിൽ ബോസിനോട് എനിക്ക് അങ്ങോട്ട് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്മൃതി ഇറാനിയെ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് ഭൂമിശാസ്ത്രവും ജ്യോതിശാസ്ത്രവും ഒക്കെ കണ്ടുപിടിക്കുന്നതിനൊപ്പം അങ്ങയുടെ നേതാവായ സോണിയാഗാന്ധിയെ കുറിച്ച് കൂടി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അവരുടെ ഭൂമിശാസ്ത്രവും അവരുടെ ജ്യോതിശാസ്ത്രവും ഒക്കെ കൂടി കണ്ടുപിടിക്കുവാനുള്ള ഒരു മനസ്സ് കാണിക്കണം എന്നാണ്. ഓക്കെ, പിന്നെ ഒരു സ്ഥാനാർത്ഥിയെ ഇത്തരത്തില് പ്രത്യേകിച്ച് ഒരു സ്ത്രീയെ ഇത്തരത്തില് വ്യക്തിഹത്യ ചെയ്യുന്ന തലത്തില് അങ്ങ് ഇവിടെ ഇരുന്നു കൊണ്ട് അവതരിപ്പിച്ചുകൊണ്ടാണ് അങ്ങ് മറ്റുള്ളവരെ ഉപദേശിക്കുന്നത്. എന്താണ്? അങ്ങയുടെ സ്ഥാനാർത്ഥിയായ രാഹുൽ ഗാന്ധിയെ പരിഹസിക്കരുത്, അപഹസിക്കരുത് എന്നൊക്കെ. ഈ രണ്ടും കൂടി ഒരുമിച്ച് ഓടില്ല എന്നുള്ള കാര്യം ഞാൻ അങ്ങേ വിനീതമായിട്ട് കാര്യം. രണ്ടാമത്തെ കാര്യം, രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യൻ റായ്ബറേലിയിൽ മത്സരിക്കുകയോ അമേഠിയിൽ മത്സരിക്കുകയോ വയനാട്ടിൽ പോയി മത്സരിക്കുകയോ ഗോകർണത്തിൽ പോയി മത്സരിക്കുകയോ ഇത് ഞങ്ങളെ സംബന്ധിക്കുന്ന വിഷയമല്ല. ഈ വിഷയത്തിൽ ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചത് കൊണ്ട് ഞങ്ങളുടെ അഭിപ്രായം പറയേണ്ടി വരുന്നത് കൊണ്ട് പറയുന്നതാണ്. പക്ഷേ കെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നത് വയനാട്ടുകാരെ വഞ്ചിക്കുന്ന അത് ബിജെപിയുടെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ്. ഞാൻ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് പിന്നിൽ എന്താണ്? അങ്ങനെ വയനാട്ടുകാരെ വഞ്ചിച്ചു എന്ന് പറയുമ്പോൾ അത് അനിൽ പറയുന്ന കാര്യം വയനാട്ടുകാർക്ക് അറിയാമായിരുന്നുവല്ലോ എന്തായാലും രാഹുൽ മറ്റൊരു സീറ്റിൽ കൂടി മത്സരിക്കുമെന്ന്. രാഹുൽ ഗാന്ധി അതിന് മുമ്പ് പ്രചരണം നൽകിയിരുന്നു. ഞാനിത് രണ്ടാമതൊരു സീറ്റിൽ മത്സരിക്കാൻ പോവുകയാണെന്ന് പറയാം. ഇവര് തന്നെയല്ലേ ഇവിടെ ഇരുന്നുകൊണ്ട് പറയുന്നത് ഞങ്ങളുടെ രാഷ്ട്രീയമായ സ്ട്രാറ്റജി ആയിരുന്നു. ഇപ്പൊ ഷാജി ജോസഫ് സാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു പരിധിവരെ കോൺഗ്രസിനെ ഫേവർ ചെയ്താണ് സംസാരിക്കാൻ ശ്രമിച്ചതെങ്കിൽ അടിച്ചതൊരു സെൽഫ് ഗോളാണ്. എന്താണ്? രാഹുൽ ഗാന്ധി ആരും അറിയാതെ തലയിൽ കൂടെ മുണ്ടിട്ട് അവിടെ ചെന്ന് മത്സരിക്കുകയായിരുന്നു. എന്തിനാണ്? പ്രത്യേകിച്ച് ഒരു കരുത്തനായ സ്ഥാനാർത്ഥി അവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഒരു സാധാരണക്കാരനായ ഒരു പാവപ്പെട്ട സ്ഥാനാർത്ഥിയെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും റായ്ബറേലിയിൽ കടന്നുകൂടി പോവാം. ഇതായിരുന്നു കോൺഗ്രസിന്റെ സ്ട്രാറ്റജി. കോൺഗ്രസിന്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഭരണം പിടിക്കുക എന്നുള്ളതല്ല. രാഹുൽ ഗാന്ധിയെ എങ്ങനെയെങ്കിലും തലയിൽ കൂടെ മുണ്ടിടിപ്പിച്ചിട്ടായിരുന്നാലും പാർലമെന്റിലേക്ക് കൊണ്ടിരുത്തുക എന്നുള്ളത് മാത്രമാണ് സ്ട്രാറ്റജി. അല്ലാണ്ട് വേറെ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്കില്ല. പിന്നെ ഞങ്ങൾ 303 എന്തായാലും നിങ്ങൾ ഒരു കാര്യം സമ്മതിച്ചല്ലോ, നിലവിലെ NDAക്ക് 230 കിട്ടുമെന്ന് നിങ്ങൾ സമ്മതിച്ചല്ലോ. അനിൽ ബോസ്, ഞാൻ നിങ്ങളോട് തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇത്തവണയെങ്കിലും 55 എംപിമാരെ കിട്ടുമോ പ്രതിപക്ഷ നേതാവിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്? നിങ്ങൾ ഇന്ന് ഇന്ത്യ മുന്നണി എന്നും പറഞ്ഞൊരു മുന്നണി ഉണ്ടാക്കിയിട്ട് മത്സരിക്കുന്നുണ്ടല്ലോ. ഈ പറയുന്ന ഒരു പാർട്ടി ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ മുന്നണിക്ക് മൊത്തമായിട്ടെങ്കിലും 55 സീറ്റ് കിട്ടും പ്രതിപക്ഷ നേതാവിനെ നിർത്താൻ വേണ്ടിയിട്ട്. ഇല്ല, അതാണ് നിങ്ങളുടെ അവസ്ഥ. അതാണ് നിങ്ങളുടെ അവസ്ഥ. പിന്നെ നിങ്ങൾ ഈ ഡൽഹിയിലോ എന്താണ് മുസ്ലിം പോലും നിർത്താത്തതെന്നൊക്കെ പറഞ്ഞു ഞാനൊരു 11 സംസ്ഥാനങ്ങളുടെ പേര് വായിക്കാൻ. ഡൽഹി, പഞ്ചാബ്, ഗുജറാത്ത്, ഹരിയാന, തെലങ്കാന, രാജസ്ഥാൻ, ഉത്തരാഖണ്ഡ്, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഹിമാചൽ പ്രദേശ്, ഈ 11 സംസ്ഥാനങ്ങളിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയുടെ പേര് കോൺഗ്രസിന്റെ കാൻഡിഡേറ്റ് ലിസ്റ്റിൽ നിന്ന് എനിക്കൊന്ന് പറഞ്ഞു തരാമോ? ഇല്ലല്ലോ. അപ്പൊ ഇതാണ് നിങ്ങളുടെ അവസ്ഥ. നിങ്ങളുടെ പല നേതാക്കളും രാജിവെച്ച് പോകുന്നുണ്ട്. മുസ്ലിങ്ങൾക്ക് സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ഗുജറാത്തിലാണെന്ന് തോന്നുന്നു നിങ്ങളുടെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ രാജിവെച്ച് പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ഇവിടെ വന്നിരുന്നിട്ട് ഈ പറയുന്ന മുസ്ലിം പ്രേമമൊന്നും പറയണ്ട. നിങ്ങൾ ഗുജറാത്തിലും UP-ലും ഒക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുന്ന തലത്തിൽ തന്നെയാണ് ജാതി മത സമവാക്യം നോക്കിയിട്ട് നിങ്ങൾ കാൻഡിഡേറ്റിനെ നിശ്ചയിക്കുന്നത്. ഇവിടെ വന്ന് ഞങ്ങളെ പഠിപ്പിക്കാൻ നിൽക്കണ്ട. മുസ്ലിം പ്രീണനം നടത്തുകയാണ് കോൺഗ്രസ് എന്നാണല്ലോ പ്രധാനമന്ത്രി പറയുന്നത്, ഈ OBC സംവരണം എടുത്തു കാട്ടിക്കൊണ്ട്. അല്ല, പ്രധാനമന്ത്രി പറയുന്നതിനകത്ത് വാസ്തവമുണ്ട്. കാരണം ഇതിന്റെ അകത്തേക്ക് ആരാണ് ഇപ്പൊ കർണാടകത്തിൽ തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്ന സംഭവമാണ്. എന്താണ്? OBC-യുടെ സംവരണം എടുത്തിട്ട് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് കൊടുക്കാൻ പോണേ. മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് സംവരണം കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് മറ്റെന്തെങ്കിലും വഴിയുണ്ടോ? അല്ലാതെ